ഹായ് ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഗൈസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മക്കളെയും കൊണ്ട് സ്കൂളിലോട്ട് പോവുകയാണ്. മോൻ്റെ സ്കൂളിലും ആക്കി മോളെ സ്കൂളിലോട്ട് കൊണ്ടുപോവുകയാണ് ഗൈസ്. അപ്പോൾ മോളുടെ സ്കൂളിലെത്തി ഞങ്ങളുടെ മെമ്പർ വാർഡ് മെമ്പർ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഇതാ ദീപങ്ങളൊക്കെ തെളിയിച്ചു. അതിനുശേഷം ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടിയൊക്കെ ദീപങ്ങളെല്ലാം തെളിയിച്ചതിന് ശേഷം ഞങ്ങളുടെ വാർഡ് മെമ്പർ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് കുഞ്ഞു സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സമ്മാനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് പ്രോഗ്രാം തീരാൻ വേണ്ടി നിന്നില്ല, കാരണം ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ എന്നാണ്. അപ്പോൾ അവനിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കാനുള്ള ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങ് നേരത്തെ വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തി. ഞങ്ങളുടെ മോൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് അവനിക്ക് ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അങ്ങനെ അവൻ വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ വൈകിട്ട് കേക്കൊക്കെ മുറിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സ്, അങ്ങനെ കുറച്ച് പേര് മാത്രം പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയൊരു കേക്ക് മുറിപ്പ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ കേക്ക് മുറിച്ചൊക്കെ തീർന്ന് ഒരുപാട് വൈകിയാണ് കിടന്നത്. അപ്പോൾ ഒരുപാട് വൈകി കിടന്നത് കൊണ്ട് തന്നെയും പിള്ളേർ രാവിലെ എണീക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, മോൻ രാവിലെ എണീച്ച് കുളിച്ച് നനച്ച് സ്കൂളിലൊക്കെ പോയി റെഡിയായി. അല്ല, സുന്ദരകുട്ടപ്പനായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിലോട്ട് പോയി. മോളും അത് കണക്ക് തന്നെ രാവിലെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ എന്നാലും ഒരു 8:30 മണിയൊക്കെ ആയതോടുകൂടി ഒരുങ്ങിയൊക്കെ പോയി. അപ്പോൾ എന്നാലും ഭയങ്കര ടെൻഷനായിരുന്നു, എന്തായി എന്നറിയാം. അപ്പോൾ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ടീച്ചർ ഫോട്ടോയൊക്കെ അയച്ചു തന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മോള് വരുന്ന സമയം കൂട്ടി തുണികളെല്ലാം മടക്കി ഒന്ന് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തുണികളെല്ലാം ഞാൻ മടക്കി ഒതുക്കി പിന്നെ അലമാരയെല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ച്. അപ്പം ഇവിടെ മോളെ കാണാനില്ലേ എന്നുള്ള വെപ്രാളത്തിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരും, സമയമുണ്ട്. അതെങ്ങനെ സമയം ഇത്രയും നേരം ആയില്ല, കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് വേവലാതി പിടിച്ചിരുന്നപ്പോഴാണ് ഇതാ മോള് വന്ന്. അങ്ങനെ വന്നപ്പോൾ ഇക്ക ഓടിപ്പോയി മോളെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇക്കായെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിൽ. അങ്ങനെ അതാ കൊണ്ടുവരെയാണ് മോള, ഭയങ്കര കരച്ചിലായിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.